star singer. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് ഹരിയും വിദ്യയാണ്. എന്താന്ന് ചോദിക്കൂ ബിക്കോസ് എനിക്ക് ഈ സോഫ കൊണ്ട് തന്നല്ലേ, അല്ലെങ്കിൽ ഇവരുടെ കമന്റ്സ് കേട്ട് ഞാൻ എപ്പോൾ പോയി സോ താങ്ക് യു കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഇല്ലേ ഉണ്ടാവും. ഇനി പാട്ടിലേക്ക് എടുക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ പിക്ചറൈസേഷൻ, ഐ മീൻ ദ വേ ഈ കൊറിയോഗ്രാഫി ചെയ്ത പഴയ 60s 70s സ്റ്റൈലിലെ ഫിലിംസ് അങ്ങനെയല്ലേ, ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ. വെരി ക്യൂട്ട്. ആ എക്സ്പ്രഷൻസും എല്ലാം, ആ മൂവ്മെന്റ്സ്. ഓക്കെ, സോ ആദ്യം നമുക്ക് ഉണ്ണിയേട്ടനോട് ചോദിക്കാം. പക്ഷെ ഐ തിങ്ക് ഇറ്റ്സ് ഓൺലി ഫെയർ നമ്മൾ നിൽക്കുക അല്ലേ. എൻ്റെ ലൈഫ് ഇങ്ങനെ തന്നെ. ഉണ്ണിയേട്ടാ, വിദ്യ ആൻഡ് ഹരി കുഴപ്പമില്ല, വലിയ മോശമായില്ല. ഞാൻ കുഡ് ഹാവ് ബീൻ ബെറ്റർ. എനിക്ക് ആദ്യം വിദ്യ തുടങ്ങിയത് ആ ഫസ്റ്റ് ലൈൻ കുറച്ചും കൂടി അലൈൻമെൻറ്റ് ശരിയാവായിരുന്നു. പിന്നെ ആ ഫീല് യു ആർ ട്രൈങ് ടു, ആഷാജി പാടിയ പാട്ടാണ്, ആഷാജി ആൻഡ് മധു ബാലകൃഷ്ണൻ അല്ലേ. യു ആർ ട്രൈങ് ടു ഇമിറ്റേറ്റ് ആഷാജി, യു ആർ ട്രൈങ് ടു ഗെറ്റ് ഹർ വോയിസ്, ട്രൈങ് ടു ഗെറ്റ്. പക്ഷെ അത് ഫസ്റ്റ് പല്ലവി, ആ ഫസ്റ്റ് ലൈൻസിൽ ഇറ്റ് വാസ് സൗണ്ടിങ് എ ലിറ്റിൽ ആർട്ടിഫിഷ്യൽ. അതിലേക്ക് ശരിക്കും ആ ഗ്രൂവിലോട്ട് വീണില്ല വിദ്യ. ബട്ട് ലേറ്റർ ചില സ്ഥലത്ത് you really got that feel in one or two places. It was really nice, which was I really felt that feel was very good. ഹരിയുടെ ആ തുടക്കം പെട്ടെന്ന് ഒരു ബീറ്റ് ഒന്ന് മിസ് ചെയ്തു അല്ലേ, താളം ഒന്ന് പെട്ടെന്ന് കുറച്ച് മിസ്സായ മാതിരി എനിക്ക് തോന്നി. പിന്നെ കുറച്ചും കൂടി ലിറ്റിൽ മോർ സ്പഷ്ടം വേർഡ്സിൻ്റെ. ഇപ്പോൾ ഇത് അഫ്കോഴ്സ് യു സാങ് ഇറ്റ് ഇൻ യുവർ ഓൺ സ്റ്റൈൽ. ഹരിയുടെ ആ സ്റ്റൈലിൽ ഒരു സോഫ്റ്റിഷ്, ഒരു ലൈറ്റിഷ് ഫീലിൽ പാടിയിട്ടുണ്ട്. പക്ഷേ പാട്ട് ധാരാളം കേട്ടതുകൊണ്ട് ഐ ഫെൽറ്റ് ലിറ്റിൽ മോർ പഞ്ച് ഓൺ ദ ലിറിക്സ് എനിക്ക് ആവാം എന്ന് തോന്നി. പിന്നെ വിദ്യ, യുവർ ലാസ്റ്റ് ലൈൻ വാസ് വെരി നൈസ്. യുവർ ലാസ്റ്റ് ലൈൻ അത് ചരണം, ഫസ്റ്റ് ചരണത്തിൽ. പിന്നെ പല്ലവി ഹരി നന്നായി പാടി, തുണ്ടു പല്ലവി. പിന്നെ ഓവറോൾ ഇറ്റ് വാസ് എ സാറ്റിസ്ഫാക്ടറി പെർഫോമൻസ്. യു ക്യാൻ ഡെഫിനറ്റ്ലി ഡു ബെറ്റർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഉണ്ണിയേട്ടാ. ശരത് സർ. വിദ്യ കൊള്ളായിരുന്നു കേട്ടോ, രസമുണ്ടായിരുന്നു. പിന്നെ അവിടെ ഇങ്ങനെ കിടന്നുകൊണ്ട് പാടിയതും കൊള്ളായിരുന്നു. അപ്പം പാടിയിട്ട് പിന്നെ ഇതിൻ്റെ അടുത്തോട്ട് ഇപ്പോൾ ഒരുപാട് ചിട്ടിക്കാരന്മാരിരുന്ന് എഴുതുന്നോണം ഏതാണ്ടൊക്കെ നോക്കുകയാണ് ബുക്കിൽ, ഒരു വികാരവും ഇല്ലാണ്ട്. എന്നിട്ട് പെട്ടെന്ന് വെച്ചിട്ട് പേടിച്ചാ പോണത് ഹരി. എന്നാലും വിദ്യയുടെ ഇത് പൈസ വല്ലതും കടം മേടിച്ചിട്ടുണ്ടോ? ഇല്ല. അതുപോലെ എനിക്ക് വേറെ കാര്യം, ആ പല്ലവി പാടിയിട്ട് ഇവിടെ നിന്ന് ഈ കുമ്പസാരക്കൂട്ടിൻ്റെ മുമ്പിൽ ഇരിക്കുന്നതിന് മുട്ടുകുത്തി എന്തിനാണ്? ഈ അപ്പുറവും ഇപ്പുറവും, ആ സോഫയുടെ അപ്പുറവും. അപ്പം എനിക്കത് മനസ്സിലായില്ല, എന്താണ് ഉദ്ദേശിച്ചത്? ഡാൻസ് ആണോ അതോ ജീവിതം കല്യാണം കഴിച്ചാൽ മുട്ടുകുത്തും എന്നുള്ളത് കാണിക്കാനാണോ? ഇല്ല, അങ്ങനെയാണെങ്കിൽ മൂക്കും കൂടെ കുത്തി കാണിക്കണമായിരുന്നു. എൻ്റെയൊക്കെ മൂക്ക് കണ്ടില്ലേ, അതൊക്കെ വെച്ച് മനസ്സിലായിക്കോളുക. പിന്നെ എനിക്ക് വേറെ ഭയങ്കര ചെയ്യുമായിരുന്നു, മോള് കുളിച്ചില്ലായിരുന്നു ഒന്ന്. അല്ല, അത് അടുത്തോട്ട് വരുമ്പോഴൊക്കെ ഹരി അങ്ങ് ബോംബ് കണ്ട ഫീലി ഓടുക. അതോ ഹരി കുളിച്ചില്ലേ? അതുപോലെ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ രസിച്ചൊരു കാര്യം, അവർക്ക് ചുമ്മാ പിഞ്ച് പൈതലുകളല്ലേ. തുണ്ട് പല്ലവി പാടിയപ്പോൾ അബദ്ധം പറ്റി ഹരി ആ കുട്ടിയുടെ കണ്ണിലോട്ടൊന്ന് നോക്കി, സർവ്വ സംഗതികളെ ഒന്ന് പോയി കിട്ടി. ഹരിയുടെ കംപ്ലീറ്റ് പോയി. പിന്നെ നോക്കിയോ, എല്ലാം അങ്ങ് പോയി. ടെമ്പോ പോയി, ഒരു ശക്തിക്കുറവ്, മൊത്തം പ്രശ്നമായിരുന്നു. അത് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. പിന്നെ പാടിയതിനകത്ത് കുറേ അവിടെ ഇവിടെ പ്രശ്നങ്ങൾ, ശ്രുതിയുടെ പ്രശ്നങ്ങൾ കുറേ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനിതിങ്ങനെ കുമ്പസാരക്കൂടും ഇതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ അവസാനം നിർത്തിയത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു കോഴിയക്കള്ളന്മാർ കോഴിക്കൂട്ടിന് കറങ്ങുന്നതാണ്. ഒരു കറങ്ങ എങ്ങോട്ട് പോയത്? ആ നോട്ടം ശ്രദ്ധിച്ചോ? ചെറഞ്ഞ എന്തോന്ന് മക്കളെ, ഇതാണോ റൊമാൻസ്? ഇതൊക്കെ ഇപ്പം എത്ര വയസ്സായി? 17. ഈഹി, അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോഴൊന്നും ചിന്തിച്ചാൽ കൊല്ലും ഞങ്ങൾ. 27 വയസ്സിന് ശേഷം പ്രേമിച്ചാൽ മതി കേട്ടോ. പ്രേമിച്ച് കെട്ടിക്കോളും, അത് കുഴപ്പമില്ല. എന്തൊക്കെയാലും മൂക്കൊക്കെ കുത്തി ശീലിക്കണം, നല്ലതാ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ശരത് സർ. നന്നായിരുന്നു മക്കളെ. വിദ്യ, ബോത്ത് ഓഫ് യു, ഹരിപ്രസാദ് രണ്ടുപേരും നന്നായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. താങ്ക് യു സാർ. പിന്നെ മോൻ്റെ ശബ്ദത്തിന് ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോൻ
നല്ല സ്വീറ്റാണ്. പെട്ടെന്ന് ലയിക്കുമ്പോൾ നമ്മൾ അറിയാണ്ട് അടച്ചു പോകും. നമ്മൾ തുറന്ന് പാടണം മോൻ്റെ ശബ്ദത്തിൽ. അത് ഈ ഏജിൻ്റെ ആയിരിക്കും അല്ലേ. എന്നാലും ഇനി ഏജിൻ്റെ കുഴപ്പം മാത്രമല്ല, ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മോനെ ഇനി തുറന്ന് പാടാൻ പറ്റാണ്ട് വരും. നല്ല ശബ്ദമാണ്. പിന്നെ ലാസ്റ്റ് ലൈൻ ചരണത്തിൻ്റെ നന്നായിരുന്നു. വിദ്യ യു ആർ സിംഗിങ്, പിന്നെ വളരെ നന്നായിരുന്നു അത്. മറ്റുപടി പെർഫോമൻസ് വൈസ് എനിക്ക് വളരെ ഇഷ്ടമായി. സിംഗിങ് കുറച്ച് ശ്രദ്ധിക്കണം. ബെസ്റ്റ് വിഷസ്. താങ്ക് യു സർ. ഫൈനലി ചാക്കോച്ചൻ. പ്രസൻറ്റേഷൻ എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ വളരെ എന്താ പറയുക, വളരെ റോ, ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ പോലെയാണ് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് നിങ്ങളുടെ ഏജ് ഗ്രൂപ്പും കൂടെ പരിഗണിക്കുമ്പോൾ ഒരു പപ്പി ലവ് അല്ലെങ്കിൽ ഇൻഫാക്ച്വേഷൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ പ്രേമത്തിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി എനിക്കൊന്ന് വിദ്യയ്ക്ക് എക്സ്പീരിയൻസ് കൂടുതലുള്ള പോലെ ഫീൽ ചെയ്തു. എനിവേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ വാക്ക് ഒരു റോ ഫീലാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. പക്ഷേ ഞാൻ നോക്കുമ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എനിക്ക് കാണുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് എനിക്ക് തന്നെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടി ബാക്കി എല്ലാവരുടെ എക്സ്പീരിയൻസസ് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എല്ലാവരും ഭയങ്കര ആസ്വദിച്ച് ഇവരുടെ പെർഫോമൻസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ആ ഒരു എന്താ പറയുക, ഒരു ഫ്രഷ്നെസ് ഇവിടെ എല്ലാവർക്കും ഒരു പുതുമ, ഒരു സുഖം നൽകുന്നുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. സോ എനിവേ, ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഒരുപാട് സ്കോപ്പുള്ളൊരു എന്താ പറയുക പെയറാണ് നിങ്ങളുടേത്. എനിവേ, ഇനിയും ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യണം. ഓൾ ദി ബെസ്റ്റ് ഫോർ ദ നെക്സ്റ്റ് റൗണ്ട്സ്. താങ്ക് യു. ഓക്കെ ഹരി, വിദ്യ, നമുക്ക് മാർക്സ് ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. ശരത് സർ, 25-ൽ വിദ്യയ്ക്ക് എത്ര മാർക്സ് ആണ്? വിദ്യക്ക് നമ്മുടെ ചാക്കോച്ചൻ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് ഉണ്ടതുകൊണ്ട് 12 മാർക്ക്. 12. ഉണ്ണിയേട്ടാ? 13 out of 25. ആസിഫ് ബച്ചൻ സർ, 25-ൽ 14 and ചാക്കോച്ചൻ out of 25 തന്നെയാണ്. വിദ്യയ്ക്ക് എത്രയാ പ്രായം? 17. സെയിം മാർക്ക്. 17 out of 25. വിദ്യയുടെ ടോട്ടൽ മാർക്സ് 56. 56 മാർക്സ് ആണ്. ഇനി ഹരിയുടെ മാർക്സ്. ചാക്കോച്ചൻ, വിൽ സ്റ്റാർട്ട് വിത്ത് യു. ഹരിക്ക് 25-ൽ. ഹരിയുടെ പ്രായം എത്രയാ? 17. ഹരി കുറച്ചുകൂടെ ചെറുപ്പമായിട്ട് തോന്നി, 16. 16 out of 25. ആസിഫ് ബച്ചൻ സർ, 25. ഈ പ്രായം കൂടി തോന്നി, 15. 15. ഉണ്ണിയേട്ടാ? 13 again. ശരത് സർ? ഹരി ചെറുതാന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുപ്പി ഫാരക്സും 12 മാർക്കും. 12. ടോട്ടൽ 56. രണ്ടുപേർക്കും 56 മാർക്സ് ആണ് നമ്മുടെ ജഡ്ജസ് നൽകിയത്. ജഡ്ജസ് കുറച്ച് തെറ്റുകുറ്റങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്തായാലും തിരുത്തി അടുത്ത റൗണ്ടിലേക്ക് കടക്കണമെങ്കിൽ നിങ്ങളുടെ SMS തീർച്ചയായിട്ടും വേണം. ഹരിക്ക് വേണ്ടി SMS ചെയ്യേണ്ട ഫോമാറ്റ് ISS സ്പേസ് ഹരി HARI. വിദ്യയ്ക്ക് SMS ചെയ്യേണ്ട ഫോർമാറ്റ് ISS സ്പേസ് വിദ്യ VIDYA. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എല്ലാ പെർഫോമൻസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് മോറോവർ, നമ്മളുടെ കൂടെ ആസ് എ സെലിബ്രിറ്റി ഗസ്റ്റ് വി ഹാഡ് ദ വെരി ടാലന്റഡ് കുഞ്ചാക്കോ ബോബൻ. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ കൂടെ ലാസ്റ്റ് എപ്പിസോഡാണ്. ഇഫ് യു കുഡ് കം ഓൺ സ്റ്റേജ് ചാക്കോച്ച. സോ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ 4 എപ്പിസോഡ്സ് ഞങ്ങളുടെ കൂടെ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടീം എഫേർട്ടിൻ്റെ എല്ലാ നല്ല വശങ്ങളും കാണാൻ സാധിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ക്രൂ, ദ ഓർക്കസ്ട്ര ടീം, ദ പിക്ചറൈസേഷൻ, ദ ക്യാമറ ക്രൂ, ദ സൗണ്ട് ടെക്നീഷ്യൻസ്, ഈവൻ ദ കോമ്പ്യൂട്ടർ, ദ ജഡ്ജസ്, എല്ലാവരുടെയും ഒരു, പിന്നെ ഓഡിയൻസിൻ്റെ ഒരു സപ്പോർട്ടും എല്ലാം കൊണ്ടും ശരിക്കും ഒരു എൻജോയബിൾ എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ചാക്കോച്ച വന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞതല്ലോ, തുടക്കം തന്നെ ഞാൻ പാടണോന്ന് ചോദിച്ചത്. ഇപ്പൊ ഞാൻ പറയാം പാടണം. ഞാൻ അല്ല പറഞ്ഞല്ലോ എന്തോ ഇതൊക്കെ രാമകഥയൊക്കെ പഠിച്ച് പ്രാക്ടീസ് ഒക്കെ ചെയ്യണ്ടായിരുന്നു. അല്ല, അത് ഞാൻ തന്നെ വേണേ മതി, വെറുതെ പറഞ്ഞത് ഇഷ്ടമല്ല പാട്ട്. പക്ഷെ ഞാനത് ചെയ്യാൻ പോവുകയാണ്. അതാണ് അത്. രഞ്ജിനി ശരിക്കും ഞെട്ടും, നിങ്ങളും ഞെട്ടും. കാരണം ഞാനിത് പറയുമ്പോൾ ഞാൻ ഇങ്ങോട്ട് സ്റ്റേജ് കയറുന്നതിന് മുമ്പ് ശരത്തേട്ടൻ ചോദിച്ചു ഏത് പാട്ടാ പാടാൻ പോകുന്നു. ഞാൻ പറഞ്ഞു രാമകഥ. പുള്ളി പറഞ്ഞു എന്താണ്? ഞാൻ പറഞ്ഞു അതെ രാമകഥ. ഞാൻ പറഞ്ഞു ആദ്യത്തെ 4 വരി ഞാൻ പാടും, കൂടെ നിങ്ങൾ പാടിക്കണം. ഞാൻ പാടാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ പാടും എന്ന് തന്നെ ഞാൻ പറഞ്ഞു. കുട്ടനാടൻ പുഞ്ചയിലെ ബാക്കി പറഞ്ഞു. കൊച്ചു പെണ്ണെ കുയിലാളെ